തനിക്ക് കവർച്ചയുമായി ബന്ധമില്ലെന്ന് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എൻ വാസു. SIT അന്വേഷണം നടക്കട്ടെയെന്നും സ്വാഗതം ചെയ്തുവെന്നും എൻ വാസു ജനം ടിവിയോട് പ്രതികരിച്ചു. ശബരിമലയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. 2 FIRകളാണ് കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഇട്ടിട്ടുള്ളത്. അത് പ്രത്യേക അന്വേഷണ സംഘത്തിന് SITക്ക് കൈമാറിയിട്ടുമുണ്ട്. ഈ അവസരത്തിൽ ജനം ടിവിക്കൊപ്പം ചേരുന്നത് മുൻ ദേവസ്വം കമ്മീഷണർ, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എൻ വാസുവാണ്. അദ്ദേഹത്തിന് എന്താണ് ഈ ഒരു നിലവിലെ സാഹചര്യത്തിൽ പറയാനുള്ളത് എന്ന് ജനം ടിവിയോടൊപ്പം പങ്കുവയ്ക്കുകയാണ്. ചിലപ്പം വളരെ വിവാദമായിരുന്നു. ഇപ്പോൾ കേസന്വേഷണം ആരംഭിച്ചിരിക്കുന്നു. 2 FIRകൾ. എങ്ങനെ കാണുന്നു ഈ അന്വേഷണത്തെയും FIR? അല്ല, FIRന്റെ വിശദവിവരങ്ങൾ എനിക്ക് ഔദ്യോഗികമായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടില്ല. അന്വേഷണം നടക്കട്ടെ, അന്വേഷണത്തെ സ്വാഗതം ചെയ്യേണ്ടതാണ്. ഫലപ്രദമായ അന്വേഷണം നടക്കട്ടെ. ആ അന്വേഷണമായിട്ട് എൻ്റെ സഹകരണം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പൂർണ്ണമായും അത് സഹകരിക്കുവാനുണ്ട്. 10 പ്രതികൾ, അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കം 10 പ്രതികളുണ്ട് എന്നുള്ളതാണ് FIRൽ പറയുന്ന ഒരു പരാമർശം. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി, അദ്ദേഹത്തിനെ സഹായിച്ച വ്യക്തികൾ, ദേവസ്വം ബോർഡ് ജീവനക്കാർ അടക്കമുള്ളവരുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. 2019 കാലത്ത് ആ ഒരു 2 കാലഘട്ടങ്ങളിൽ അപ്പം സാറിന് എന്താണ് ആ സമയത്തെ സാഹചര്യത്തെ പറ്റി പറയാനുള്ളത്? ഇല്ല, ഞാനും പറഞ്ഞു, ഞാൻ 2019 നവംബർ 15 പ്രസിഡൻ്റായിട്ട് വരുന്നത്. 2019 മാർച്ച് 14 ദേവസ്വം കമ്മീഷണർ സ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞു. ഈ ശബരിമലയിൽ നിന്ന് ഈ വസ്തുക്കൾ കൊണ്ടുപോയ സമയത്ത് ഞാൻ കമ്മീഷണറുമല്ല, പ്രസിഡൻറ്റുമല്ല. അതിനെ സംബന്ധിച്ച് അതിനിടയ്ക്ക് നടന്ന കാര്യങ്ങളെപ്പറ്റി എനിക്ക് പറയാൻ കഴിയത്തില്ല. എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ആരോപണം എന്നെ സംബന്ധിച്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഏതാണെന്ന് ആര് ചോദിച്ചാലും അതിന് മറുപടി ഞാൻ പറയാം. ചുമതലയിലല്ല എന്നുള്ളത് വ്യക്തമാണ്. പക്ഷേ എങ്കിൽ പോലും പറയുകയാണ്, ഒരു സാധാരണ വ്യക്തി അവിടെ വന്ന് സ്പോൺസർ ആകാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നു, സ്വർണം അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് കൈമാറുന്നു, മാസ്റ്റർ അടക്കം തയ്യാറാക്കിയതിന് ശേഷം അതിനുശേഷം അത് കൊണ്ടുപോയി ഏകദേശം 39 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ആ ഒരു കമ്പനിയിലേക്ക് അത് എത്തുന്നത്. അപ്പോൾ ഇത്രയും കാലം ഒരു സാധാരണക്കാരിൽ എത്തിക്കഴിഞ്ഞാൽ ആ സ്വർണം അങ്ങനെ കൈവശം വെക്കാൻ പറ്റുമോ? അതെന്താണ് സംശയാസ്പദമായ കുറേ സാഹചര്യങ്ങളുണ്ട്. അത് അന്വേഷണത്തിലൂടെ വെളിവാകേണ്ടതാണ്. നമ്മളെന്തെങ്കിലും കയറി പറഞ്ഞു കഴിഞ്ഞാൽ അത് അന്വേഷണത്തിൽ വെളിവാകേണ്ട കാര്യം ഞാനത് പറയുന്നത് പ്രീമച്ചുറായിരിക്കും. എൻ്റെ നിഗമനങ്ങൾ മാത്രമാകും. അത് അന്വേഷണത്തിലൂടെ വിളിച്ചത് വരണം. ശബരിമലയിൽ ഒരുപാട് അവതാരങ്ങളുണ്ട്, അവരെയൊക്കെ അവിടുന്ന് മാറ്റും എന്നുള്ള ചർച്ചകളൊക്കെ മുൻപ് നടന്നതാണ്. അപ്പോൾ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ അതൊക്കെ മാറ്റേണ്ട സമയം അതിക്രമിച്ചു എന്ന് മുൻ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് എന്ന സ്ഥാനത്തിരുന്ന സാറിന് തോന്നുന്നു? ഈ ശബരിമലയിലെ അത്തരത്തിൽ ഈ അവതാരങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ ശബരിമലയുമായിട്ട് ബന്ധമില്ലാത്ത അനാവശ്യമായ ചില ഇടപെടലുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അവസാനിപ്പിക്കേണ്ടതാണ്. പക്ഷെ അവിടെ വരുന്ന ആളുകളെ എന്നുള്ളത് വരണ്ടെന്ന് നമുക്ക് പറയാനൊക്കില്ല. പിന്നെ സ്പോൺസർമാരെന്നുള്ള രൂപത്തിൽ അവിടെ വരും. അവിടെ ഇപ്പോൾ അന്നദാനത്തിന് പൂർണ്ണമായും അവിടെ വരുന്ന ആളുകളിൽ നിന്ന് പണം ശേഖരിച്ചാണ് അന്നദാനം നടത്തുന്നത്. അവിടുത്തെ പല പ്രവൃത്തികളും സ്പോൺസർമാർ വഴിയാണ്. അപ്പോൾ സ്പോൺസർ എന്നുള്ള രൂപത്തിൽ ജെന്യുവിനായി വരുന്ന ഒരു സ്പോൺസറെ അവിടെ നമുക്ക് അകറ്റി നിർത്താൻ കഴിയില്ല. അവർ ജെന്യുവിനായിട്ടുള്ള അല്ല, കുഴപ്പക്കാരാണ് എന്നുള്ളതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ അവരെ മാറ്റി നിർത്തും. അല്ലാണ്ട് ഇവിടെ വരുന്നുടനെ നമ്മൾ ഈ അവതാരം എന്നുള്ള ഒരു നിർവചനം കൊടുത്ത് അവരെ മാറ്റി നിർത്താൻ കഴിയുന്നില്ല. മാത്രമല്ല, ഇത് അവിടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് 1949 നിലവിൽ എന്നാണ്. അതിനിടയ്ക്ക് ധാരാളം ബോർഡുകൾ വന്നിട്ടുണ്ട്. പല രാഷ്ട്രീയ പാർട്ടികളുടെയും ആളുകൾ പ്രസിഡന്റുമാരായിട്ട് വന്നിട്ടുണ്ട്, മെമ്പർമാരായിട്ടും വന്നിട്ടുണ്ട്. അന്നെല്ലാം ഇത്തരത്തിൽ സ്പോൺസർമാർ അവിടെ വന്നിട്ടുണ്ട്. അവർ ഈ അവതാരം എന്നുള്ള പേരിൽ വന്ന് അവിടെ കുഴപ്പങ്ങൾ കാണിച്ചതായിട്ട് ബോർഡുകളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ അന്നേരം അവരെ ഒഴിവാക്കി നിർത്തണം. ഇയാളെ സംബന്ധിച്ച് ഇയാൾ കുറച്ച് കാലമായിട്ട് അവിടേക്ക് ബന്ധപ്പെടുന്ന ഒരാളാണ്. അയാൾ കുഴപ്പക്കാരനാണെന്ന് ഒന്നും ഒരു സമയം വരെ അല്ല, ഈ അടുത്ത കാലം വരെയും വന്നില്ല. ഇപ്പോൾ നമ്മളെല്ലാം ഇയാൾ കുഴപ്പക്കാരനാണെന്ന് അറിയുന്നത് ഇപ്പോഴത്തെ ഒരു വിവാദം വന്നതിന് ശേഷമാണ്. അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിക്കേണ്ടതാണ്. അവിടെ ബന്ധപ്പെട്ട് വരുന്ന ആളുകൾ അവർ ജെന്യുവിനായിട്ടുള്ള ആളുകളാണോ എന്നുള്ളത് പരിശോധിക്കേണ്ടതാണ്. ഇപ്പം ഈ സാഹചര്യത്തിൽ അത് കൂടുതൽ പരിശോധന വിധി, അവരുടെ ക്രെഡൻഷ്യൽസ് കൂടുതൽ പരിശോധിച്ച് ബോധ്യപ്പെടുത്തപ്പെടേണ്ടതാണ്. പവിത്രമായ ക്ഷേത്രത്തെ നിരന്തരം ഓരോ വർഷം കഴിയുമ്പോൾ ഓരോ രീതിയിലുള്ള വിവാദങ്ങളിലേക്ക് തള്ളിവിടുന്നതായിട്ട് തോന്നുന്നുണ്ടോ സാറിന്? അത് അങ്ങനെ എന്തെങ്കിലും? അതിലാണ് എനിക്കും ഒരു വിഷമമുള്ളത്. ഒന്ന്, ശബരിമല എന്ന് പറയുമ്പോൾ ഒരു വികാരമാണ്, മലയാളികളുടെ ആകെ ഒരു വികാരമാണ്. അവിടെ വരുന്ന ലക്ഷോപലക്ഷം ഭക്തജനങ്ങളുടെയും ഒരു വികാരമാണ്. അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചും ശബരിമലയുടെ ഒരു നിലനിൽപ്പും അവിടുന്ന് ലഭിക്കുന്ന വരുമാനം, ആ വരുമാനത്തെ ആശ്രയിച്ചാണ്
1000, 1280 ക്ഷേത്രങ്ങൾ, ദേവസ്വം ബോർഡിൽ 5500, 6000-ന് താഴെ വരുന്ന ജീവനക്കാർ, ഏതാണ്ട് അത്രത്തോളം പെൻഷൻകാർ. അപ്പോൾ അവരെയൊക്കെ തീറ്റിപ്പോറ്റുന്ന ഒരു സ്ഥാപനം കൂടാണിത്. അതും കൂടി നമ്മൾ കണക്കിലെടുക്കണം. അപ്പോൾ ആ നിലയ്ക്ക് ശബരിമലയ്ക്ക് അതിൻ്റേതായ ഒരു പ്രാധാന്യമുണ്ട്. അപ്പോൾ ആ ശബരിമല ക്ഷേത്രത്തെ ഒരു വിവാദത്തിലേക്ക് ഒരിക്കലും തള്ളിവിടരുത്. അത് സംശയത്തിൻ്റെ നിഴലിൽ ആ ക്ഷേത്രത്തെ, ആ മഹാക്ഷേത്രത്തെ എത്തുന്നത് ആർക്കും ഭൂഷണമല്ല. ഇത്രയുമാണ് അദ്ദേഹത്തിന് പറയാനുള്ളത്. അന്വേഷണം കൃത്യമായ രീതിയിൽ നടക്കട്ടെ, ഏത് അന്വേഷണത്തെയും നേരിടാനും അവരോട് സഹകരിക്കാനും തങ്ങൾ തയ്യാറാണ് എന്നുള്ളതാണ് മുൻ ദേവസ്വം ബോർഡ് കമ്മീഷണറും ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായ എൻ വാസു ഇപ്പോൾ പ്രതികരിച്ചിട്ടുള്ളത്. എന്നാലും സത്യം പുറത്തു വരുമെന്നുള്ള വിശ്വാസം അദ്ദേഹത്തിനുണ്ട്. ഒപ്പം തന്നെ ശബരിമലയെ അനാവശ്യ വിവാദങ്ങളിലേക്ക് തള്ളിവിടരുത് എന്നുള്ളതാണ് അദ്ദേഹം ഇപ്പോൾ ജനം ടിവിയോട് പങ്കുവയ്ക്കുന്നത്. ക്യാമറമാൻ നിധിനൊപ്പം എസ് ശാലിനി, ജനം, തിരുവനന്തപുരം.